സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി താപനില ഉയർന്നു വരുന്ന സ്ഥിതിയുണ്ടാകുന്നു. മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പല ജില്ലകളിലും സൂര്യാഘാതമേറ്റ റിപ്പോർട്ടുകളും കേസുകളും ഒക്കെ വരുന്നു. ഇനിയും താപനില കൂടാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കുസാറ്റിലെ സയന്റിസ്റ്റായ ഡോക്ടർ MG മനോജ് വിശദീകരിക്കുന്നത്. 2025 ജനുവരി ഇതുവരെയുള്ള സർവകാല റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. UV ഇൻഡെക്സ് അല്ലെങ്കിൽ UV തരംഗങ്ങൾ ശരീരത്തിലെ കോശങ്ങളെ കേടുവരുത്തിക്കൊണ്ട് ത്വക്ക് രോഗങ്ങൾ, കണ്ണിനുള്ള പല അസുഖങ്ങൾ, അലർജിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 11 അതിൽ കൂടുതലോ ആയാൽ UV ഇൻഡെക്സിൻ്റെ കേസിൽ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. ക്ലിയർ സ്കൈ കണ്ടീഷൻ ആകുമ്പോൾ സംഭവിക്കുന്നത് വികിരണങ്ങൾ ഒട്ടും തന്നെ അതിൻ്റെ ശക്തി നഷ്ടപ്പെടാതെ നമ്മുടെ താഴെ എത്തും. അപ്പോൾ അതിന് നമ്മൾ വിധേയമായാൽ ശരീരത്തിൽ പൊള്ളലേൽക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ദീർഘനേരം ഏറ്റാലാണ് പ്രശ്നം. കുറച്ച് നേരം, ഒരു അല്പനേരത്തേക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ 2-3 ഏതാനും മണിക്കൂറുകളൊക്കെ നമ്മളത് അനുഭവിക്കുകയും അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂടുതലാവുകയുമാണ് എങ്കിലാണ് ചിലപ്പോൾ ത്വക്കൊക്കെ ഒരു നീറി വയലറ്റ് കളറായി ഒരു പുകഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ഒരിക്കലും നേരിട്ട് സൂര്യപ്രകാശത്തിൽ നമ്മൾ ഇറങ്ങരുത്. അഥവാ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു കുട കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. അഥവാ ത്വക്കിന് പൊള്ളലേറ്റു എന്ന സംശയം തോന്നിയാൽ ഏറ്റവും അടിയന്തരമായിട്ട് വൈദ്യസഹായം തന്നെ തേടുകയാണ്. കാരണം വെച്ചുകൊണ്ടിരുന്ന് നമ്മളത് കൂടുതൽ വഷളാക്കാൻ ഇടവരുത്തരുത്. ഇനിയും താപനില ഉയരാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്താണ് ഒരു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ? നമുക്കറിയാം, മാർച്ച് ഒരു 21-22 സമയത്താണ് സൂര്യൻ ഭൂമധ്യരേഖയുടെ നേരെ മുകളിലെത്തുക. അതിനുശേഷം ഏപ്രിൽ മാസമാകുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സൂര്യപ്രകാശം നല്ല തോതിലുണ്ടാവും. വേനൽമഴ ലഭിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ വേനൽമഴ ലഭിക്കാതിരിക്കുകയും അന്തരീക്ഷം യാതൊരു തരത്തിലുള്ള മേഘങ്ങളും ഇല്ലാതെ ക്ലിയർ സ്കൈ കണ്ടീഷൻ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഈ സൂര്യാഘാതത്തിൻ്റെ ഇത് വർദ്ധിപ്പിക്കും. സർഫസ് ടെമ്പറേച്ചർ ഉയരുന്നതിനും കാരണമാകും. അപ്പോൾ ആ സമയത്താണ് അതൊരു പരിധിയിലും കവിഞ്ഞ് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോവുകയും അതിൻ്റെ ശരാശരിയിൽ നിന്ന് 4.5 ഡിഗ്രി സെൽഷ്യസിലധികം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സമതല പ്രദേശത്ത് ഉഷ്ണതരംഗം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കാറുണ്ട്. അതിൻ്റെ സാധ്യത വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഒരു ആശങ്കപ്പെടുത്തുന്ന വസ്തുത. ഇപ്പോൾ തന്നെ കൊച്ചിയിൽ രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇനിയും ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ കൊച്ചിയിലും സമീപ ജില്ലകളിലും ഒക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും ഉറക്കം അല്ലറ നഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെയുണ്ട്. ഇപ്പോൾ ഒരു മഴയുടെ ഒരു ലക്ഷണം 1-2 ദിവസത്തേക്ക് മഴയുടെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ടെമ്പറേച്ചർ കുറയുമെങ്കിലും മഴയില്ലാത്ത സന്ദർഭങ്ങളിൽ ഇത് പെട്ടെന്ന് തന്നെ കൂടും. അപ്പോൾ ആ ഒരു വസ്തുത കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നേരിട്ട് സൂര്യന് താഴെ നിൽക്കുന്ന ജോലികൾ ഉച്ച സമയത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. വേനൽക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് നാളുകളുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്.